ഉണ്ണിയമ്മേ കുമ്പടി വന്നു. തീരുമാനം രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കും വിട്ടിരിക്കുകയാണ്. ഇത് മുസ്ലിം ലീഗിന്റെ ചർച്ചകളെ കുറിച്ച് പൊതുവിൽ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ തമാശയ്ക്ക് സമമാണ്. രാവിലെ മുതൽ ഉച്ചവരെ ഗംഭീര ചർച്ച നടന്നു. എന്നിട്ട് ഉച്ച കഴിഞ്ഞ് ബിരിയാണി കഴിച്ചതിന് ശേഷം തീരുമാനം തങ്ങൾക്ക് വിട്ടിട്ട് നേതാക്കൾ പിരിഞ്ഞു എന്ന് പറയുന്ന ഒരു തമാശ പോലെ. അപ്പൊ എന്തിനാണ് ഇത്ര കൂലങ്കഷമായിട്ട് ഈ ചർച്ചകളൊക്കെ നടന്നത്? ഈ അണികളോട് നേതാക്കന്മാർക്ക് കേരളത്തിൽ വെച്ച് തന്നെ പറയാമായിരുന്ന നിർദ്ദേശങ്ങളൊക്കെ എന്തിനാണ് ഈ മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ വെച്ച് പറഞ്ഞത്? ഇതിനൊന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടിയില്ല. 100% ഞാൻ യോജിക്കുന്നു. ഈ പോരാട്ടത്തിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ചാടി വന്ന് വീണിരിക്കുന്നത് ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹവും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയുന്നില്ല. അതായത് നമ്മളെയാണല്ലോ മച്ചമ്പി, താൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ഈ പ്രചരണ ഘട്ടത്തിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയാകാൻ ഒരു താല്പര്യവും തനിക്കില്ല എന്നും തന്റെ പേര് മൈനസ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അതിനെ മുൻനിർത്തി താൻ ആ റേസിൽ ഇല്ല എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? സത്യത്തിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് തോന്നുന്നു UDF 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ VD സതീശനെ 100 സീറ്റ് കിട്ടിയാലും വനവാസത്തിന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുകയാണ് KC പക്ഷം എന്ന് തോന്നുന്ന തരത്തിലുള്ള ശരീരഭാഷയാണ് ഇവരുടേത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ മുന്നണിയുടെ പേര് ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ്. ഐക്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് ഇപ്പൊ ഇല്ലാത്തതും. 10 വർഷം കൊണ്ട് CPM സമ്പാദിച്ച ഭരണവിരുദ്ധ വികാരം ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ്സുകാർ നേടിയെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു ലക്ഷണമല്ല. അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു തർക്കവും ചർച്ചയും അണികൾ നേതാക്കളെ ചൊല്ലി മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങുന്നതും നേതൃത്വത്തെ അവഗണിക്കുന്നതും മരിച്ചുപോയ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വരെ പരസ്യമായിട്ട് വലിച്ചു കയറി എറിയുന്നതും ഒക്കെ തന്നെ ഒഴിവാക്കാമായിരുന്നു. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇത് നടക്കുന്ന സമയത്ത് നേരത്തെ തന്നെ ഇവർക്കൊരു പബ്ലിക് ആഹ്വാനം നടത്താമായിരുന്നു. അത് ചെയ്തില്ല. പക്ഷേ നമ്മൾ ഇതിന്റെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഘട്ടത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം KC വേണുഗോപാലിനാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനമോഹമാണ് ഇതിന് കാരണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിലവിലെ MP-മാർ ആരും മത്സരിക്കേണ്ട എന്ന ഒരാൾക്കും ഇളവ് കൊടുക്കാത്ത ഒരു തീരുമാനമെടുത്തത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. അപ്പൊ MP-മാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് MLA-മാരാകണ്ട എന്നാണ് തീരുമാനമെങ്കിൽ MLA-മാരാകാത്ത ആൾക്കാർ പിന്നെ എന്തിനാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ആകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അയോഗ്യത നിർണയിച്ചത് ആരാണ്? ആ അയോഗ്യത നിർണയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇനി അതല്ല എങ്കിൽ മറുത്തൊരു ചോദ്യമുണ്ട്. KC വേണുഗോപാലിനുള്ള ഏത് യോഗ്യതയാണ് രമേശ് ചെന്നിത്തലയ്ക്കോ VD സതീശനോ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അല്ലെങ്കിൽ VD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഇല്ലാത്ത എന്ത് അധിക യോഗ്യതയാണ് KC വേണുഗോപാലിന് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? സത്യത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മാൻഡേറ്റ് KC വേണുഗോപാലിന് ആയിരുന്നില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? നേതാക്കളായിട്ട് 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ പോരാട്ടത്തിനെ മുന്നിൽ നിന്ന് നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രചരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള രമേശ് ചെന്നിത്തലയും മാത്രമാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് കാർക്കശ്യത്തോടു കൂടി പറഞ്ഞത് MP-മാരായിട്ടുള്ള ആൾക്കാർ ആരും തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്ന ആൾക്കാർ, അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആൾക്കാർ, അവർ സമ്മാനദാനത്തിന് വേണ്ടിയിട്ട് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക, ഈ പുറത്തു നിന്ന് കളി നിയന്ത്രിച്ചിരിക്കുന്ന ആള് വന്ന് കപ്പ് മേടിക്കട്ടെ എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതേ സമയത്ത് നടന്നിരിക്കുന്ന മറ്റു തെരഞ്ഞെടുപ്പുകളെ പറ്റി നോക്കൂ. ആസാമിൽ മത്സരിച്ചില്ലേ, ബംഗാളിൽ മത്സരിച്ചില്ലേ, അവിടെയൊക്കെ അദ്ദേഹം പോയോ? അപ്പൊ അവിടെയും അദ്ദേഹത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം ഫുൾ ടൈം ഇവിടെ ക്യാമ്പ് ചെയ്തത് ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവരാനും അവതരിപ്പിക്കാനുമായിട്ട് ഒരു ഡിസൈൻ അതിന് പിന്നിലുണ്ടായിരുന്നു. അദ്ദേഹം അതിനെ പൂർണ്ണമായിട്ടും നിഷേധിച്ചു. കാരണം അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വോട്ട് കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അവസാനം മറ്റെല്ലാവരെയും ഒഴിവാക്കി ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് എന്ന രീതിയിലത്തേക്ക് ഒരു ഫോർമുല കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ നൂലിൽ കെട്ടി ഇറക്കാനായിട്ട് ശ്രമിച്ചാൽ ആത്യന്തികമായിട്ട് അത് കാണപ്പെടുക രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം കാരണം രാഹുൽ ഗാന്ധി ഫേവററ്റിസം കാണിച്ചു എന്നാണ്. തന്റെ സ്വന്തം അധികാരത്തിനെ ദുരുപയോഗിച്ചുകൊണ്ട് താൻ മറ്റുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ട് താൻ ആ നിയമത്തിനെ തനിക്ക് വേണ്ടി മാറ്റി എഴുതിയെന്നാണ്. അങ്ങനെ ഒരു നാണം കെട്ട രീതിയിലുള്ള ഒരു എൻട്രി ശ്രീ KC വേണുഗോപാലിന് വേണോ? ഈ റീസെന്റ് ആയിട്ട് നടന്ന തെരഞ്ഞെടുപ്പ് ബംഗാളിലാണ്. അവിടെ സുവേന്ദു അധികാരി BJPയുടെ മുഖ്യമന്ത്രിയാവുന്നു. അധികാരിയെ പറ്റി മുമ്പ് എന്താണ് നരേന്ദ്രമോദി പറഞ്ഞത്, അമിത്ഷാ പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് അവിടെ പാർലമെന്ററി പാർട്ടി ചേർന്നാണോ അധികാരിയെ മുഖ്യമന്ത്രിയായ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നത്? അല്ല, അമിത്ഷാ പ്രഖ്യാപിക്കുകയാണ്. അവരുടെ ഒരു ഏക അച്ചുതണ്ട്, ഒരു ഡിക്റ്റേറ്റർഷിപ്പ് മോഡൽ, ആ മോഡൽ തീരുമാനിക്കുകയാണ്. അധികാരി വരട്ടെ, അധികാരി വരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു. വസന്ത് തന്നെ ഇപ്പൊ ഈ ചർച്ചയിൽ പറയുന്നത് സുവേന്ദു അധികാരിയെ പറ്റി നരേന്ദ്രമോദി എന്തൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അദ്ദേഹത്തിനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല എന്ന്. ഇത് BJP മാത്രമല്ല ചെയ്യുന്നത്, കോൺഗ്രസ് ചെയ്യുന്നില്ലേ?
കെ ശശിയുടെ തീവ്രത അളന്ന യന്ത്രം എവിടെയെന്ന് ചർച്ചകളിൽ പങ്കെടുത്ത് ചോദിച്ച ആൾക്കാരാണ് വസന്ത് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രതിനിധികൾ. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ശശി നിങ്ങൾക്കൊപ്പം നിന്ന് മത്സരിച്ചപ്പോൾ നിങ്ങൾ ആ യന്ത്രം എവിടെയാണെന്ന് തിരക്കിയോ? ഇല്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല. സന്ദീപ് വാര്യർ, PV അൻവർ തുടങ്ങിയ ആൾക്കാരെയൊക്കെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവർ നിങ്ങളെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷെ അതിന് മാധ്യമങ്ങളെ കുറ്റം പറയുന്നത് കൊണ്ട് കാര്യമില്ല. ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നറേറ്റീവുമല്ല, അണികളാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അതല്ല ഉദ്ദേശം, പോസ്റ്ററുകൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മാധ്യമങ്ങളല്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറം ഭാഗത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ പച്ചപ്പട എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ അനുകൂല പോസ്റ്ററുകൾ കണ്ടു. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കാം. അതേപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ പേരിലാണെങ്കിലും മറ്റു പേരുകളിലാണെങ്കിലും ഒക്കെ തന്നെ ഓരോ നേതാവിന് വേണ്ടിയിട്ടും ഈ ചേരിപ്പോര് പരസ്യമാക്കി ഇറക്കിയിരിക്കുന്നത് ഇവരുടെയൊക്കെ തന്നെ അറിവും സമ്മതവും ഒന്നും ഇല്ലാതെയാണ് എന്ന രീതിയിലൊക്കെ നമുക്ക് ആർക്കെങ്കിലും കരുതാൻ കഴിയുമോ? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. ഞാൻ പറയുന്നതിൽ ഒരു ബോട്ടം ലൈൻ ഉണ്ട്. ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് താൻ മുഖ്യമന്ത്രി ആകാനില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞ ആളാണ് KC വേണുഗോപാൽ. അത് ഈ നാട്ടിലുള്ള വോട്ടർമാർ കേട്ടതാണ്. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? അപ്പൊ അവരുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് KC മുഖ്യമന്ത്രിയാകാനല്ല 102 സീറ്റ് നൽകിയത്. എന്നിട്ട് ജയിച്ച ശേഷം മുഖ്യമന്ത്രിയായിട്ട് അവതരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നതൊക്കെ നുണയാണ് എന്നല്ലേ? അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമായിട്ടാണ് വരുന്നത് എങ്കിൽ താൻ ഇവിടെ മുഖ്യമന്ത്രിയാകാനില്ല. മനോരമ ന്യൂസിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? ആ പേരുകളിൽ നിന്ന് K മുരളീധരൻ അടക്കമുള്ള ആൾക്കാരുടെ പേര് പറയുമ്പോൾ എന്നെ അങ്ങ് മൈനസ് ചെയ്തേക്കും എന്നാ പറഞ്ഞത്. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ചെരുപ്പിന്റെ കാലിന്റെ അളവിനനുസരിച്ചിട്ടാണ് ചെരുപ്പ് മുറിക്കുക, അതല്ലാതെ ചെരുപ്പിന്റെ അളവിനനുസരിച്ച് കാല് മുറിക്കില്ല. ഇത്തവണ പറഞ്ഞിരുന്നത് എന്താണ്? മറ്റൊരാളിന് വേണ്ടിയിട്ടും ഈ നിയമത്തിനെ നമ്മൾ മാറ്റുന്നില്ല. നമ്മൾ എഴുതിയിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് MP വരേണ്ട എന്നാണ്. ഇതൊരു നടത്തു പോണ മാതിരില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ആ സമയത്ത് പറഞ്ഞിരുന്നോ KC വേണുഗോപാലിനായിട്ട് ഇതിൽ ഇളവ് നൽകും എന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ K സുധാകരൻ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാം. ഞാൻ പറയുന്ന ഒരൊറ്റ പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു നല്ല പാറ്റേൺ അല്ല കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എടുക്കുന്നത്. അതായത് ശ്രീ KC വേണുഗോപാൽ നേരത്തെ 2020 അദ്ദേഹം രാജ്യസഭയിൽ പോകുന്നു. 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ലോക്സഭയിലേക്ക് ചാടുന്നു. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം അതും രാജിവെച്ചിട്ട് ഒരു നിയമസഭയിലേക്ക് പോകുന്നു എന്ന രീതിയിൽ. അതായത് ഈ രാജ്യസഭ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സഭയാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഉയർന്ന സഭയിൽ നിന്ന് അതിന്റെ തൊട്ട് താഴെയുള്ള ലോക്സഭയിലേക്ക് ചാടുന്നു. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള നിയമസഭയിലേക്ക് ചാടുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് അദ്ദേഹം മത്സരിക്കുമോ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.